മണ്ണിൻ്റെ സഹായം ഒട്ടുമില്ലാതെ മല്ലി എങ്ങനെയാണ് വെള്ളത്തിൽ മാത്രമായി വളർത്തിയെടുക്കുക എന്നുള്ളത് നോക്കാം. കുറച്ച് നാളത്തെ എൻ്റെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ എനിക്ക് വളർത്തിയെടുക്കുവാൻ സാധിച്ചത് തന്നെ. പലതവണ പരാജയപ്പെട്ടു, എങ്കിലും ഇത്തവണ വിജയിച്ചു. പക്ഷെ മണ്ണിൽ വളർത്തുന്നത് അത്ര ഈസിയല്ല എന്നുള്ളതാണ് എനിക്ക് ഉണ്ടായ അനുഭവം. മണ്ണിൽ നമ്മൾ പാകുമ്പോൾ അടിവളമെല്ലാം ചേർത്ത് ചെയ്യുന്നതിനാൽ കൂടുതലൊരു പരിചരണമോ സംരക്ഷണമോ ആവശ്യമായി വരുന്നില്ല. ഇടയ്ക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറും വെള്ളവും മതിയാവും. എന്നാൽ ഈ രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ കൂടുതൽ പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ്. എങ്കിലും മണ്ണില്ലാതെ ഹൈഡ്രോപോണിക് രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. മല്ലി എപ്പോഴും നമ്മൾ പാകുമ്പോൾ മുഴുവനായി പാകിയാൽ മുളയ്ക്കുവാൻ കുറേ സമയമെടുക്കും. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ചുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതും കൂടി കണ്ടു നോക്കാം. ഒരു റോളറിൻ്റെ സഹായത്തോടു കൂടി ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മുളച്ച് കിട്ടുന്നതാണ്. സാധാരണ മല്ലി മുളപ്പിക്കുന്നതിലും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. മല്ലി ഒരു 2 ഭാഗമായിട്ട് പുളന്ന് കിട്ടിയാൽ മാത്രം മതി. കൂടുതലായിട്ട് മിക്സിയിലിട്ടൊന്നും ചെയ്യരുത്. ഈ രീതിയിൽ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് മല്ലി മുളപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ആവശ്യമുള്ളത് ക്ലോത്താണ്. വേരുകളൊക്കെ പെട്ടെന്ന് ഇറങ്ങുന്നതിനായിട്ട് ഇഴയകലമുള്ള തുണിയാണ് ഏറ്റവും ഉത്തമം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴയ തോർത്തിൻ്റെ ഒരു ഭാഗമാണ്. അരിച്ചാക്ക്, ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ ഉപയോഗപ്രദമായിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടവലാണ്. കട്ട് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു അരിപ്പ് അല്ലെങ്കിൽ സീവ്, അടിവശം ചെറിയ ഹോൾസ് ഉള്ള ബാസ്ക്കറ്റുകളും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലുള്ളവ. തുണിയിലോ പേപ്പറിലോ വെച്ച് പൊട്ടിച്ചെടുത്ത മല്ലി കുതിർത്തതിന് ശേഷം പാകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മല്ലി മുളപ്പിച്ചെടുക്കുവാൻ സാധിക്കും. ഹൈഡ്രോപോണിക് രീതിയിലാണിത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുതിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുതിർത്തതിന് ശേഷമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ്. ഇതുപോലെ പൊട്ടിച്ചെടുത്ത മല്ലി വിത്തുകൾ ഒരു 8 മണിക്കൂർ നേരം 6-8 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഞാൻ അല്പം കറുവാപ്പട്ടപ്പൊടി, സിനമൺ പൗഡർ കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. വിത്തുകൾ കുറച്ച് കരുത്തോടുകൂടി വളരുന്നതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചേർക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റാവശ്യമുള്ള സാധനമായിട്ടുള്ളത് ഒരു ചെറിയൊരു പാത്രമാണ്. അത് അരിപ്പയ്ക്ക് യോജിച്ചതായിരിക്കണം. ഇതുപോലെ അരിപ്പയിലുള്ള തുണിയിൽ പാകിയ വിത്തുകൾ ഇറക്കി വയ്ക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. അരിപ്പയുടെ അടിഭാഗം വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പാത്രം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുതിയ പാത്രങ്ങളൊന്നുമല്ല, ഉപയോഗശൂന്യമായൊരു പാത്രം തന്നെയാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് അതിൻ്റെ അടിഭാഗം കുറച്ച് നീളത്തിലെടുക്കുകയാണെങ്കിൽ ഇനി അല്പം വെള്ളം കുറഞ്ഞാൽ തന്നെയും ആ തുണിയിൽ കൂടി വെള്ളം മുകളിലേക്ക് അബ്സോർബ് ചെയ്ത് വിത്തുകൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കോട്ടൺ ക്ലോത്ത് തന്നെയാണ്. ഇടയ്ക്കൊക്കെ വെള്ളത്തിൻ്റെ അളവും നോക്കേണ്ടത് ആവശ്യമാണ്. കുറയുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. ഇനി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കുറച്ച് വളം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഓർഗാനിക്കാണ്, ഹോം മെയ്ഡാണ്, മാത്രവുമല്ല നൈട്രജൻ റിച്ച് ഫെർട്ടിലൈസറുമാണ്. മറ്റൊന്നുമല്ല, വീടുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫിഷ് അമൈനോ ആസിഡ്. മറ്റു വളങ്ങളൊന്നും ചേർക്കുന്നില്ലാത്തതിനാലാണ് ഇത് നമുക്ക് കുറച്ച് ആവശ്യമായിട്ട് വരുന്നത്. ഫെർട്ടിലൈസേഴ്സ് കൊടുത്തില്ലെങ്കിലും ചെടികൾ വളരും, പക്ഷേ വളരെ മന്ദഗതിയിലായിരിക്കുമെന്ന് മാത്രം. ഇങ്ങനെ വെള്ളത്തിൽ വളങ്ങൾ ചേർക്കുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഫിഷ് അമൈനോ ആസിഡ് കലർത്തിയ വെള്ളം ഒരു ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ വേരുകൾ ചീഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. കുറച്ച് മണിക്കൂറുകൾ നേരം മാത്രം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും.
ചെടികൾക്ക് ക്ഷതങ്ങളോ അല്ലെങ്കിൽ കേടുപാടുകളോ ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യും. ഫിഷ് അമൈനോ ആസിഡ് ഞാൻ വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തുള്ളൂ. 1 ml 4 ലിറ്റർ വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുത്തത്. പിറ്റേ ദിവസം തന്നെ ഞാനത് മാറ്റുകയും ചെയ്തു. ഒരു 4 ഇലയൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയാണ് ഞാനത് കൊടുത്തത്. 1 മാസത്തിനുള്ളിൽ വിളവെടുക്കുകയും ചെയ്തു. പിന്നീട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും വേരുകളെ നിരീക്ഷിക്കുക. വേരുകൾ അടർന്നു പോവുകയോ അല്ലെങ്കിൽ ക്ഷതം സംഭവിക്കുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെള്ളം പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ചെടികൾ മുഴുവനായിട്ടും നശിച്ചു പോകും. കഴിയുന്നതും ഓരോ ദിവസവും തന്നെ വെള്ളം മാറ്റി കൊടുക്കുക. ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശവും അതുപോലെ തന്നെ തണുപ്പും ആവശ്യമാണ്. ഞാനിവിടെ ബാൽക്കണിയിലാണ് ഈ രീതിയിൽ ചെയ്തെടുത്തത്. ഇലകളിലും ഇതുപോലെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഫിഷ് അമൈനോ ആസിഡ് പോലുള്ള വളങ്ങൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പ്രാണികളുടെ ശല്യമാണ്. മഞ്ഞക്കെണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈച്ചകളൊക്കെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നശിച്ചു പോകും. ഇതെങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാം എന്നുള്ളതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നീട് പക്ഷികളൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ശല്യമുണ്ടാകാതിരിക്കാനായിട്ട് ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രെയിം ഉപയോഗിച്ചോ കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മണ്ണില്ലാതെ ഹൈഡ്രോപോണിക് രീതിയിൽ വളർത്തിയെടുത്ത കൊറിയാണ്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് വിളവെടുക്കാം. അത്യാവശ്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് കടകളിൽ പോയി മേടിക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ആത്മസംതൃപ്തിയും അതുപോലെ ഇതുപോലെ ചെയ്തെടുത്തെന്നുള്ള ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വിജയിച്ചെങ്കിൽ അറിയിക്കുക. ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് വിൻ്റർ സീസണിൽ മാത്രമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ചൂടുകാലങ്ങളിൽ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും വിജയിച്ചില്ല. പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിൽ ഇതുപോലെ ചൂടുകാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ബുദ്ധിമുട്ടാണ്. ക്ലൈമറ്റ് വളരെയധികം ചൂടുള്ള സമയമായതിനാൽ ഒരിക്കലും സാധിക്കാറില്ല. ചെടികൾ ഇത്രയും മൂപ്പെത്തുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ വിളവെടുക്കാം. മൈക്രോഗ്രീൻ അവസ്ഥയിലും വിളവെടുക്കുന്നതിൽ കുഴപ്പമില്ല. മല്ലി മാത്രമല്ല, പലതരത്തിലുള്ള ലീഫി വെജിറ്റബിൾസും ഇതുപോലെ ചെയ്തെടുക്കാം.